അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ മൊറാഴയിലേക്ക്. ഞാൻ കണ്ണൂരാണ് ഇപ്പോൾ താമസം. ഇത് വളവട്ടണം പാലമാണ്. എൻ്റെ മൊറാഴയിലുള്ള ഫ്രണ്ട്സ് പറയും നിന്നെ വളവട്ടണം പാലം കടത്തി വിട്ടതാണ്, ഇങ്ങോട്ട് കടന്ന് വരാൻ പാടില്ലാന്ന്. പക്ഷെ ഞാൻ ആഴ്ചയ്ക്ക് 3-4 പ്രാവശ്യമെല്ലാം പാലം കടന്ന് വരും. ഇതാണ് എൻ്റെ മൊറാഴ വെള്ളിക്കീൽ പാർക്ക്, ഇപ്പോഴത്തെ ഇക്കോ പാർക്ക്. പാലം പണ്ട് പാലമൊന്നും ഇല്ലാത്ത കാലത്ത്, അതായത് എൻ്റെ ചെറുപ്പത്തിലെല്ലാം നമ്മൾ കടവ് കടന്ന് പോയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് തോണിയിൽ. പിന്നെ ഇതാണ് വൈകുന്നേരം എൻ്റെ പാർക്കിലെ കാഴ്ച. നല്ല രസമില്ലേ? പിന്നെ ഇതെൻ്റെ വീട്ടിൻ്റെ മുൻഭാഗമാണ്. നമുക്ക് തറവാട്ടിൽ ചെറിയൊരു കുളലുണ്ട്. മുന്നിൽ ഫുള്ള് വയലാണ്, മൊറാഴ വയലാണ്. വീടിൻ്റെ സൈഡിൽ ഇപ്പം പുതിയ പുതിയ നടപ്പാതകളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വരമ്പ് കടന്ന് ഒരു പാലത്തിൻ്റെ അടുത്താണ് എല്ലാ കുട്ടികളും വന്ന് ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് സ്കൂളിലേക്ക് അങ്ങ് പോകും. ഇപ്പോൾ പുതിയ പുതിയ നടപ്പാതകളും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി സ്ഥലമാക്കിയിട്ടുണ്ട് ഇപ്പോൾ. ഇതെൻ്റെ മൊറാഴ വയലിൻ്റെ പകുതിയായിട്ടുള്ള, മൊത്തമായിട്ടില്ല. ഇതെല്ലാമാണ് പുതിയ നടപ്പാതകൾ. മഴക്കാലത്ത് ഈ തോടെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. അന്ന് എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചോറ്റുപാത്രമെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ട് ഈ തോട്ടിൽ. ഇതാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഒരു പാലം. ഇതുപോലത്തെ കുറേ പാലങ്ങളുണ്ട്. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങ് സ്കൂളിലേക്ക് ജോളിയായിട്ട് പോകും. മൊറാഴ വയലിൻ്റെ ഒരു പകുതിയായി. ഇതാണ് ഞാൻ കുറച്ച് ഫോട്ടോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കുള്ള വൈബ് കാണാം, ഭംഗി കാണാം. പിന്നെ ഈ ചെടീനെ പറ്റി അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഇപ്പോഴും അപ്പോഴും എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും അറിയും. പക്ഷെ നമ്മൾ 90s കുട്ടികൾക്ക് ഒരു പ്രത്യേക നൊസ്റ്റാൾജിയ ചെയ്ത് തൊട്ടാ വാടുന്ന ചെടി, തൊട്ടാവാടി. ഇതെല്ലാം തൊട്ട് വാട്ടിച്ച് നമ്മൾ സ്കൂളിലെത്തുമ്പോൾ ഫസ്റ്റ് ബെല്ലടിക്കും. ചോക്ക് കൊണ്ട് ഒരുപാട് ഏറ് കിട്ടിയിട്ടുണ്ട് ലേറ്റായിട്ട്. പിന്നെ ചെക്കിപ്പൂ, പണ്ട് നമ്മളെടുത്ത മഹാദേവന് പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെല്ലാം വന്ന് പറിച്ചു കൊണ്ടുപോകുന്ന പൂവാണ് ഇത്, പഴയ കാലത്തെ ചെക്കി. പിന്നെ ഈ പൂക്കൾക്കെല്ലാം എന്നെ കാണുമ്പോൾ പേടിയായിരിക്കും. ഓണക്കാലത്ത് ഒരൊറ്റൊന്നും ബാക്കി വെക്കൂല. അന്ന് നമ്മളാണല്ലോ പൂവിടണ്ടേ. കുന്നും മലയെല്ലാം കയറി നമ്മൾ കുറച്ച് ഫ്രണ്ട്സെല്ലാം ചേർന്ന് എപ്പോഴും 10 ദിവസം ആഘോഷമാണ്. സ്കൂളും പൂട്ടുമല്ലോ ആ സമയത്ത്. ഇത് ജാമ്പക്ക. പക്ഷെ എൻ്റെ എല്ലാം ചെറുപ്പത്തിൽ നെല്ലിക്കയാണ്. ഒരു വീട്ടിൽ കയറി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി നെല്ലിക്ക പറിക്കും, അടുത്ത വീട്ടിൽ കയറി വെള്ളം കുടിക്കും. അതിൻ്റെ ആ മധുരം ഒന്നും പറയണ്ട. ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. എനിക്കിപ്പോഴും ഈ മൊറാഴയിലേക്ക് വരുമ്പോൾ ഞാനിപ്പോഴും കുട്ടിയാണ്. കാലം എത്ര മാറിയാലും നമുക്ക് നമ്മളെ നാട് അല്ലേ ഭയങ്കര നൊസ്റ്റാൾജിയ അല്ലേ.